അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. മധ്യപൂർവ്വദേശത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ എന്നും പ്രവചനാതീതമാണ്. ഒപ്പുവെക്കപ്പെടുന്ന സുരക്ഷാ കരാറുകളേക്കാൾ വേഗത്തിൽ അവിടെ ബോംബുകളും മിസൈലുകളും വർഷിക്കപ്പെട്ടേക്കാം എന്നതിന് ചരിത്രത്തിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇതിന്റെ ഏറ്റവും പുതിയതും ശ്രദ്ധേയവുമായ തെളിവാണ് സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച മക്ക സംയുക്ത പ്രതിരോധ കരാറും അതിന് തൊട്ടു പിന്നാലെ സൗദിയിലെ സുപ്രധാന എണ്ണ ശുദ്ധീകരണ ശാലയ്ക്ക് നേരെ ഹൂതി വിമതർ നടത്തിയ ഡ്രോൺ ആക്രമണവും. ഇസ്ലാമിക ലോകത്തെ ഒരു പുതിയ നാറ്റോ എന്ന നിലയിൽ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ഈ സഖ്യം തങ്ങളുടെ ആദ്യത്തെ വലിയ പ്രതിസന്ധിയിൽ തന്നെ നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്നതാണ് പിന്നീട് ലോകം കണ്ടത്. വാഗ്ദാനങ്ങളുടെ കരുത്ത് പ്രായോഗിക തലത്തിൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ സഖ്യകക്ഷികൾ സൈനികമായി ഇടപെടാൻ മടിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ്. 2026 ഓഗസ്റ്റ് 7 ഇസ്ലാമിലെ ഏറ്റവും പുണ്യനഗരമായ മക്കയിലാണ് ഈ ചരിത്രപരമായ പ്രതിരോധ കരാർ യാഥാർത്ഥ്യമായത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗൻ എന്നിവർ ഒരേ വേദിയിലെത്തിയാണ് അതിപ്രധാനമായ ഈ കരാറിൽ ഒപ്പുവെച്ചത്. സൈനികമായി ഏറെ കരുത്തുള്ള 3 സുന്നി ഭൂരിപക്ഷ രാജ്യങ്ങൾ ഒന്നിക്കുന്നു എന്നത് ഭൗമ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെട്ടത്. ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെയുണ്ടാകുന്ന സായുധ ആക്രമണം മറ്റംഗരാജ്യങ്ങൾക്കെതിരായ ആക്രമണമായി കണക്കാക്കും എന്നതായിരുന്നു ഈ കരാറിലെ ഏറ്റവും സുപ്രധാനമായ വ്യവസ്ഥ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ പ്രസിദ്ധമായ 5ാം അനുച്ഛേദത്തിന് സമാനമായ ഈ വ്യവസ്ഥ മേഖലയിൽ വിപുലമായ ഒരു സുരക്ഷാ വലയം തീർക്കുമെന്നാണ് കരുതപ്പെട്ടത്. ഇതിലൂടെ പരസ്പര സുരക്ഷാ സഹകരണം, രഹസ്യാന്വേഷണ വിവരങ്ങളുടെ കൈമാറ്റം, സംയുക്ത സൈനിക പരിശീലനം, പ്രതിരോധ വ്യവസായ മേഖലകളിലെ സഹകരണം എന്നിവ വർദ്ധിപ്പിച്ച് സംയുക്തമായ ഒരു പ്രതിരോധ നിര കെട്ടിപ്പടുക്കാനാണ് ഈ ത്രിരാഷ്ട്ര സഖ്യം ലക്ഷ്യമിട്ടത്. മക്കയിലെ ആഡംബരപൂർണമായ ചടങ്ങിലെ പ്രഖ്യാപനങ്ങളുടെ മാറ്റലി അടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ സഖ്യത്തിന് മറ്റൊരു വെല്ലുവിളി നേരിടേണ്ടി വന്നു. കരാർ ഒപ്പുവെച്ച് കൃത്യം 48 മണിക്കൂറുകൾക്ക് ശേഷം യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ സൗദി അറേബ്യയുടെ തെക്കൻ നഗരമായ ഇസാനിലെ ആരാംകോ എണ്ണ ശുദ്ധീകരണ ശാലയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തി. സാദ, ഹജ്ജ ഗവർണറേറ്റുകളിൽ സൗദി നടത്തിയ ഡ്രോൺ ഓപ്പറേഷനുകൾക്കുള്ള തിരിച്ചടിയായാണ് തങ്ങൾ ഈ ആക്രമണം നടത്തിയതെന്ന് ഹൂതി സൈനിക വക്താവ് യഹ്വ സരി ഔദ്യോഗികമായി വ്യക്തമാക്കുകയും ചെയ്തു. സൗദി ഊർജ്ജ മന്ത്രാലയം ആക്രമണ വിവരം സ്ഥിരീകരിക്കുകയും റിഫൈനറിയിലെ തീ അണച്ചതായി ലോകത്തെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കിയത് ആക്രമണത്തിന്റെ സാമ്പത്തിക നഷ്ടങ്ങളെക്കാൾ പുതിയ സഖ്യകക്ഷികളായ പാകിസ്ഥാനും തുർക്കിയും ഏത് രീതിയിൽ പ്രതികരിക്കും എന്നതായിരുന്നു. ഒരാൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ എല്ലാവർക്കും നേരെ എന്ന കരാർ വ്യവസ്ഥ നിലനിൽക്കെ 2 രാജ്യങ്ങളും സൈനികമായി പ്രതികരിക്കുകയോ ഹൂതികൾക്ക് ശക്തമായ താക്കീത് നൽകുകയോ ചെയ്തില്ല എന്നത് സഖ്യത്തിന്റെ യഥാർത്ഥ കരുത്തിനെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. സഖ്യകക്ഷികളുടെ ഈ മൗനം പുതിയ കരാറിന്റെ പ്രായോഗികതയെക്കുറിച്ച് വളരെ ഗൗരവമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ജെറുസലേം പോസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ നടത്തിയ തന്ത്രപരമായ വിശകലനങ്ങളിൽ ഈ കരാർ ഒരിക്കലും ഒരു സ്വയം പ്രേരിതമായ സൈനിക സഖ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നു. തുർക്കി വിദേശകാര്യമന്ത്രി ഹാക്കൻ ഹിദാൻ നൽകിയ വിശദീകരണത്തിൽ ഇക്കാര്യം കൂടുതൽ വ്യക്തമാണ്. നാറ്റോയുടെ 5ാം അനുച്ഛേദത്തോട് സാങ്കേതികമായി സാമ്യമുണ്ടെങ്കിലും ഒരാക്രമണമുണ്ടായാൽ ഉടനടി ഒരു സൈനിക തിരിച്ചടി ഈ കരാർ ഉറപ്പു നൽകുന്നില്ല. പകരം അംഗരാജ്യങ്ങൾ തമ്മിൽ ഉന്നതതല കൂടിയാലോചനകൾ നടത്തുകയും സഹായത്തിന്റെ സ്വഭാവവും വ്യാപ്തിയും തീരുമാനിക്കുകയും ചെയ്യും. അതായത് പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഒരു സംയുക്ത സൈനിക ഇടപെടലല്ല, മറിച്ച് അതത് സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള നയതന്ത്ര പ്രതിരോധ സഹായങ്ങൾ മാത്രമായിരിക്കും സഖ്യകക്ഷികൾ നൽകുക. ജസാൻ ആക്രമണത്തോട് പാകിസ്ഥാനും തുർക്കിയും സ്വീകരിച്ച തണുപ്പൻ പ്രതികരണം ഈ വ്യവസ്ഥയിലെ പഴുതുകളെയാണ് തുറന്നു കാട്ടുന്നത്. ഇതാദ്യമായല്ല സൗദി അറേബ്യ ഇത്തരം വിദേശ പ്രതിരോധ വാഗ്ദാനങ്ങളുടെ പരിമിതികൾ നേരിട്ട് അനുഭവിച്ചറിയുന്നത്. 2025 സെപ്റ്റംബറിൽ പാകിസ്ഥാനുമായി സമാനമായ ഒരു തന്ത്രപ്രധാന ഉഭയകക്ഷി പ്രതിരോധ കരാറിൽ റിയാദ് ഒപ്പുവച്ചിരുന്നു. ഒരു രാജ്യത്തെ മറ്റേ രാജ്യം സംരക്ഷിക്കും എന്നതായിരുന്നു അന്നത്തെയും പ്രഖ്യാപനം. അതിന് പിന്നാലെ ഏകദേശം 8,000-ഓളം പാകിസ്ഥാൻ സൈനികരെയും JF-17 യുദ്ധവിമാനങ്ങളും ആളില്ലാ വിമാനങ്ങളും ഉന്നത നിലവാരമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സൗദിയിൽ വിന്യസിക്കുകയും ചെയ്തു. ഇതിന്റെ മുഴുവൻ സാമ്പത്തിക ചെലവും വഹിച്ചത് സമ്പന്നമായ സൗദി അറേബ്യ ആയിരുന്നു. എന്നാൽ 2026 ഫെബ്രുവരിയിൽ ഇറാനും ഇസ്രയേലും അമേരിക്കയും ഉൾപ്പെട്ട വലിയ സൈനിക സംഘർഷങ്ങൾ ഉടലെടുക്കുകയും സൗദിയുടെ റിഫൈനറികൾക്കും അമേരിക്കൻ സൈന്യവുമുള്ള പ്രിൻസ് സുൽത്താൻ വ്യോമത്താവളത്തിനും നേരെ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ പാകിസ്ഥാൻ സൈന്യം നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായില്ല. അവർ തങ്ങളുടെ പങ്ക് കേവലം പരിശീലനത്തിലും സൈനിക ഉപദേശ ചുമതലകളിലും മാത്രമായി ഒതുക്കി. മാത്രമല്ല, പ്രതിസന്ധി ഘട്ടത്തിൽ വാഷിംഗ്ടണും ടെഹ്റാനും ഇടയിൽ സമവായ ചർച്ചകൾക്ക് വേദിയൊരുക്കാനാണ് ഇസ്ലാമാബാദ് ശ്രമിച്ചത്. ഈ ചരിത്രം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മക്ക കരാറും ഒരു യുദ്ധസഖ്യം എന്നതിലുപരി വിദേശ സൈനിക ഉപകരണങ്ങളും വിദഗ്ധരായ ഉദ്യോഗസ്ഥരെയും സൗദിയിൽ നിലനിർത്താനുള്ള സാമ്പത്തികമായി പിന്താങ്ങപ്പെടുന്ന ഒരു ചട്ടക്കൂട് മാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
മക്ക സംയുക്ത പ്രതിരോധ കരാറിനെ കേവലം ഒരു കടലാസ് പുലിയായി മാത്രം കാണാൻ കഴിയില്ലെങ്കിലും മധ്യപൂർവ്വ ദേശത്തെ സങ്കീർണമായ ഭൗമ രാഷ്ട്രീയത്തിൽ അതിന് വലിയ പരിമിതികളുണ്ട്. ദശാബ്ദങ്ങളായി അമേരിക്കയുടെ സുരക്ഷാ കുടക്കീഴിൽ കഴിഞ്ഞിരുന്ന സൗദി അറേബ്യ ഇപ്പോൾ തങ്ങളുടെ പ്രതിരോധ പങ്കാളിത്തം വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. പ്രതിരോധ വിദഗ്ധർ ഇതിനെ സ്ട്രാറ്റജിക് റിഡൻഡൻസി അഥവാ തന്ത്രപരമായ കരുതൽ എന്നാണ് വിളിക്കുന്നത്. അമേരിക്കൻ ആയുധങ്ങളെയും സാങ്കേതിക വിദ്യകളെയും ആശ്രയിക്കുന്നതോടൊപ്പം പാകിസ്ഥാന്റെ വിപുലമായ സൈനിക പരിശീലനത്തെയും തുർക്കിയുടെ വളർന്നുവരുന്ന പ്രതിരോധ സാങ്കേതിക വിദ്യകളെയും ചൈനയുടെ സാമ്പത്തിക സ്വാധീനത്തെയും ഒരേ സമയം പ്രയോജനപ്പെടുത്താനാണ് സൗദി അറേബ്യ ശ്രമിക്കുന്നത്. എന്നാൽ ഈ സഖ്യത്തിലെ മറ്റ് രണ്ട് രാജ്യങ്ങൾക്കും അവരുടേതായ മുൻഗണനകളുണ്ട്. നാറ്റോയിലെ സജീവ അംഗമായ തുർക്കിക്ക് മധ്യപൂർവ്വ ദേശത്ത് അവരുടേതായ സാമ്പത്തിക രാഷ്ട്രീയ താൽപര്യങ്ങളുണ്ട്. അവർക്ക് തങ്ങളുടെ പ്രതിരോധ ഉപകരണങ്ങൾ വിൽക്കാനുള്ള ഒരു വലിയ വിപണിയാണ് സൗദി അറേബ്യ. പാകിസ്ഥാൻ ആകട്ടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന രാജ്യമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായവും പ്രവാസി നിക്ഷേപവുമാണ് അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡി. എന്നാൽ പാകിസ്ഥാന്റെ സൈനിക മുൻഗണനകൾ പൂർണ്ണമായും ഇന്ത്യയുമായുള്ള അതിർത്തികളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ സൗദി അറേബ്യയ്ക്ക് വേണ്ടി ഇറാനുമായോ ഹൂതികളുമായോ നേരിട്ടൊരു യുദ്ധത്തിൽ ഏർപ്പെടാൻ പാകിസ്ഥാനോ തുർക്കിക്കോ യാതൊരു താല്പര്യവുമില്ല. ഇറാനുമായുള്ള അനാവശ്യമായ നേരിട്ടുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഈ സഖ്യകക്ഷികളുടെ അപ്രഖ്യാപിത നയം. ചുരുക്കത്തിൽ മക്ക സംയുക്ത പ്രതിരോധ കരാർ നയതന്ത്ര തലത്തിൽ സൗദി അറേബ്യയുടെയും പങ്കാളി രാജ്യങ്ങളുടെയും വലിയൊരു കാൽവെപ്പാണ്. എന്നിരുന്നാലും യഥാർത്ഥ യുദ്ധഭൂമിയിൽ അതെങ്ങനെ പ്രവർത്തിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണവും യാഥാർത്ഥ്യ ബോധവുമുള്ള സൂചനയുമാണ് ജസാൻ ആക്രമണത്തിന് ശേഷമുള്ള സംഭവ വികാസങ്ങൾ ലോകത്തിന് നൽകുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങളുടെ താൽപര്യങ്ങൾ മാറ്റിവെച്ച് മറ്റു രാജ്യങ്ങൾ തങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന പ്രതീക്ഷകൾ യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല എന്ന് ഈ സംഭവം സൗദി അറേബ്യയെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വരും നാളുകളിൽ ഇറാൻ സൗദി ബന്ധത്തിലും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയങ്ങളിലും ഈ പുതിയ ത്രിരാഷ്ട്ര സഖ്യം സ്വാധീനം ചെലുത്തുമെന്നതിൽ തർക്കമില്ല. എങ്കിലും ഒരു അടിയന്തര ഘട്ടത്തിൽ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ കഴിയുന്ന ഒരൊറ്റ കമാൻഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പൂർണ്ണ സൈനിക സഖ്യമായി ഇത് മാറാൻ ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ വാഗ്ദാനങ്ങളും യുദ്ധഭൂമിയിലെ പ്രായോഗികതയും തമ്മിലുള്ള അകലം വലുതാണെന്ന സത്യം തന്നെയാണ് ജസാൻ ആക്രമണം അടിവരയിടുന്നത്. സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് കടൽ കടക്കുന്ന ഓരോ പ്രവാസിയുടെയും മനസ്സിൽ ഒരേയൊരു ലക്ഷ്യമേ ഉള്ളൂ: തങ്ങളെ വിശ്വസിച്ച് നാട്ടിൽ കഴിയുന്ന കുടുംബത്തിന് മികച്ചൊരു ഭാവി പടുത്തുയർത്തുക. എന്നാൽ മരുഭൂമിയിലെ കഠിനാധ്വാനത്തിലോ വിദേശത്തെ തിരക്കേറിയ ജീവിതത്തിനിടയിലോ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും അപകടങ്ങളും പലപ്പോഴും ഒരു കുടുംബത്തിന്റെ മുഴുവൻ സമ്പാദ്യത്തെയും സ്വപ്നങ്ങളെയുമാണ് തകർത്തെറിയുന്നത്. പ്രത്യേകിച്ച് നാട്ടിലുള്ള വയോധികരായ മാതാപിതാക്കളുടെ ആരോഗ്യനില പെട്ടെന്ന് വഷളാകുമ്പോൾ ദൂരെ ഒരു വിദേശ രാജ്യത്തിലിരുന്ന് അനുഭവിക്കുന്ന മാനസിക സംഘർഷം വിവരണാതീതമാണ്. ഈ ഘട്ടത്തിലാണ് പ്രവാസികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും താങ്ങും തണലുമായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന നോർക്ക കെയർ പ്ലസ് എന്ന സമഗ്ര ഇൻഷുറൻസ് പദ്ധതി പ്രാധാന്യമർഹിക്കുന്നത്. പ്രവാസികളുടെ ആരോഗ്യ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇതൊരു ചരിത്രപരമായ ചുവടുവെപ്പായി മാറുകയാണ്. പ്രവാസികൾക്കിടയിൽ ഇതിനോടകം തന്നെ വലിയ ജനപ്രീതി നേടിയ നോർക്ക കെയർ പ്ലസ് പദ്ധതിയുടെ രണ്ടാം ഘട്ട എൻറോൾമെന്റ് ഔദ്യോഗികമായി തുടക്കമാവുകയാണ്. പോർട്ടലിന്റെയും പദ്ധതിയുടെയും ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വെച്ച് നിർവഹിക്കപ്പെടുമ്പോൾ പ്രവാസികളുടെ ദീർഘകാലത്തെ ആവശ്യത്തിനാണ് വീണ്ടും ജീവൻ വയ്ക്കുന്നത്. ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 18 വരെയുള്ള ഒരു മാസ കാലയളവിലാണ് രണ്ടാം ഘട്ടത്തിൽ അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുള്ളത്. നിലവിൽ ഏപ്രിൽ 15 പ്രാബല്യത്തിൽ വന്ന പ്രധാന പോളിസിയുടെ ശേഷിക്കുന്ന 8 മാസ കാലയളവിലേക്കാണ്, അതായത് 2027 ഏപ്രിൽ 14 വരെ പുതിയ ആളുകൾക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കുക. ഈ കാലയളവിലേക്ക് മാത്രം പോളിസി എടുക്കുന്നത് കൊണ്ട് തന്നെ പ്രീമിയം തുകയിലും അതിനനുസരിച്ചുള്ള വലിയ ഇളവുകൾ ലഭ്യമാകുമെന്ന് സാധാരണക്കാരായ പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. സാധാരണയായി ലഭ്യമാകുന്ന ഇൻഷുറൻസ് പദ്ധതികളിൽ നിന്നും നോർക്ക കെയർ പ്ലസിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ വിശാലമായ കവറേജാണ്. 5 ലക്ഷം രൂപയിൽ തുടങ്ങി 1 കോടി രൂപ വരെ സാമ്പത്തിക പരിരക്ഷ നൽകുന്ന 7 വ്യത്യസ്ത സ്ലാബുകൾ ഇതിൽ ലഭ്യമാണ്. 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷം, 1 കോടി എന്നിങ്ങനെയാണ് ഈ സ്ലാബുകൾ വേർതിരിച്ചിരിക്കുന്നത്. പ്രവാസിയുടെ വരുമാനത്തിനും കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കും അനുസരിച്ച് അനുയോജ്യമായ സ്ലാബ് തിരഞ്ഞെടുക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. ഇന്ന് ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, അവയവം മാറ്റിവെക്കൽ തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന സാഹചര്യത്തിൽ 1 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ എന്നത് ഏതൊരു പ്രവാസി കുടുംബത്തിനും നൽകുന്ന സാമ്പത്തിക ഭദ്രത വളരെ വലുതാണ്. പെട്ടെന്നുണ്ടാകുന്ന ഭീമമായ ആശുപത്രി ചെലവുകൾ കാരണം വൻതുക കടമെടുക്കേണ്ടി വരികയോ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾക്ക് ഇത് വിരാമമിടുന്നു. പ്രവാസികളായ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ വ്യാകുലത നാട്ടിൽ ഒറ്റയ്ക്കാവുന്ന മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യത്തിലാണ്. ഈ യാഥാർത്ഥ്യം കൃത്യമായി ഉൾക്കൊണ്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള സാധുവായ നോർക്ക പ്രവാസി ഐഡിയോ, സ്റ്റുഡന്റ് ഐഡിയോ, NRK ഐഡിയോ ഉള്ള ഏതൊരു മലയാളി പ്രവാസിക്കും ഈ പദ്ധതിയിൽ പങ്കാളിയാകാം.
അതിലുമുപരിയായി 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയുള്ള കവറേജ് തെരഞ്ഞെടുക്കുന്ന പോളിസി ഉടമകൾക്ക് തങ്ങളുടെയോ പങ്കാളിയുടെയോ മാതാപിതാക്കളെ കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. 80 വയസ്സ് വരെയുള്ള മാതാപിതാക്കൾക്ക് കവറേജ് ലഭ്യമാക്കുന്നു എന്നത് ഇൻഷുറൻസ് മേഖലയിൽ തന്നെ വളരെ വിരളമായ ഒന്നാണ്. പ്രായമായ മാതാപിതാക്കൾക്ക് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് കവറേജ് ലഭിക്കാൻ കടുത്ത ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഈ പദ്ധതി പ്രവാസി മലയാളികൾക്ക് നൽകുന്ന മാനസിക ആശ്വാസം ചെറുതൊന്നുമല്ല. രോഗബാധിതനാകുമ്പോൾ ഇൻഷുറൻസ് തുക ലഭിക്കാൻ ക്ലെയിം ഫോമുകൾ പൂരിപ്പിച്ച് മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന പരമ്പരാഗത രീതിക്ക് വിരാമമിടുകയാണ് ഈ പദ്ധതി. സമ്പൂർണ്ണ ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യമാണ് നോർക്ക കെയർ പ്ലസ് വാഗ്ദാനം ചെയ്യുന്നത്. ചികിത്സയ്ക്ക് ആവശ്യമായ തുക ആശുപത്രികൾക്ക് നേരിട്ട് നൽകുന്ന രീതിയാണിത്. കേരളത്തിലെ പ്രമുഖമായ 688ലധികം സ്വകാര്യ സഹകരണ ആശുപത്രികൾ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള ഏകദേശം 24,000-ഓളം ആശുപത്രികളുടെ ശൃംഖല വഴി ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. ഇതിലൂടെ നാട്ടിൽ കഴിയുന്ന പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തടസ്സമില്ലാത്ത ചികിത്സ ഉറപ്പാക്കാൻ സാധിക്കുന്നു. വിദേശത്തുള്ള പ്രവാസികൾക്ക് നാട്ടിലേക്ക് അടിയന്തരമായി പണം അയക്കുന്നതിനെക്കുറിച്ചോ കടം വാങ്ങുന്നതിനെക്കുറിച്ചോ ആലോചിച്ച് വ്യാകുലപ്പെടേണ്ടി വരുന്നില്ല. ഒരു ഇൻഷുറൻസ് പദ്ധതിയുടെ വിജയം നിർണ്ണയിക്കപ്പെടുന്നത് അതിന്റെ ക്ലെയിം തീർപ്പാക്കൽ നിരക്കിലാണ്. ഈ കാര്യത്തിൽ സമാനതകളില്ലാത്ത പ്രകടനമാണ് നോർക്ക കെയർ പ്ലസ് കാഴ്ചവെച്ചിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള 138ലധികം രാജ്യങ്ങളിൽ നിന്നായി 1,62,000-ലധികം പ്രവാസി കുടുംബങ്ങളാണ് ഇതുവരെ നോർക്ക കെയർ പ്ലസ് പദ്ധതികളുടെ ഭാഗമായി മാറിയിട്ടുള്ളത്. കഴിഞ്ഞ ജൂലൈ 31 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 31,660 പോളിസി ഉടമകൾക്കായി 227 കോടി രൂപയുടെ ക്ലെയിമുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത, ആകെ ലഭിച്ച അപേക്ഷകളിൽ 99.38% ക്ലെയിമുകളും യാതൊരു തടസ്സവുമില്ലാതെ പൂർണ്ണമായി തീർപ്പാക്കി എന്നുള്ളതാണ്. പ്രമുഖ പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുമായി കൈകോർത്താണ് നോർക്ക റൂട്ട്സ് ഈ വൻ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ സുതാര്യതയും വിശ്വസനീയതയും സംശയങ്ങൾക്കതീതമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വളരെ ലളിതമായാണ് പദ്ധതിയുടെ എൻറോൾമെന്റ് നടപടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രവാസികൾക്ക് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങാതെ തന്നെ പൂർണ്ണമായും ഡിജിറ്റലായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നേരിട്ടോ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ലഭ്യമായ നോർക്ക കെയർ പ്ലസ് മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയോ മിനിറ്റുകൾക്കുള്ളിൽ എൻറോൾമെന്റ് പൂർത്തിയാക്കാൻ സാധിക്കും. പ്രവാസി ID കാർഡ് വിവരങ്ങളും അടിസ്ഥാന വ്യക്തിഗത വിവരങ്ങളും സമർപ്പിച്ച് ഓൺലൈനായി തന്നെ പ്രീമിയം തുക അടയ്ക്കാനുള്ള സൗകര്യവും ലഭ്യമാണ്. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും സ്വന്തം മൊബൈൽ ഫോണിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ പോളിസി എടുക്കാം എന്നത് ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികൾക്ക് ഏറെ സൗകര്യപ്രദമാണ്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായ പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ കൂടി കടമയാണ്. ആ കടമ കൃത്യമായി നിർവഹിക്കുന്ന ഏറ്റവും മികച്ച പദ്ധതികളിൽ ഒന്നാണ് നോർക്ക കെയർ പ്ലസ്. അപകടങ്ങളും രോഗങ്ങളും മുൻകൂട്ടി അറിയിച്ചല്ല കടന്നു വരുന്നത്. എന്നാൽ കൃത്യമായ മുൻകരുതലുകൾ കൊണ്ട് അവ സൃഷ്ടിക്കുന്ന സാമ്പത്തിക ആഘാതങ്ങളെ ലഘൂകരിക്കാൻ നമുക്ക് സാധിക്കും. സെപ്റ്റംബർ 18 വരെയുള്ള നിശ്ചിത സമയപരിധിക്കുള്ളിൽ പരമാവധി പ്രവാസികൾ ഈ പദ്ധതിയുടെ ഭാഗമാകേണ്ടതുണ്ട്. തങ്ങളുടെയും കുടുംബത്തിന്റെയും നാളെയുടെ ഭാവി ഭദ്രമാക്കാൻ ലഭിക്കുന്ന ഈ അവസരം ഓരോ പ്രവാസിയും പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ആഗോള സമ്പദ് വ്യവസ്ഥ പലപ്പോഴും കടുത്ത അനിശ്ചിതത്വങ്ങളിലൂടെയും മന്ദഗതിയിലൂടെയും കടന്നു പോകുമ്പോഴും മരുഭൂമിയിലെ അത്ഭുത നഗരമായ ദുബായും UAEയും തികച്ചും സവിശേഷമായ ഒരു ചരിത്രം എഴുതുകയാണ്. സാമ്പത്തിക അന്തരീക്ഷത്തിൽ വീണ്ടെടുപ്പിന്റെയും വൻ കുതിച്ചുചാട്ടത്തിന്റെയും പുതിയൊരു അധ്യായത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. വിദേശ നിക്ഷേപകരെയും വിദഗ്ധ തൊഴിലാളികളെയും ഒരുപോലെ ആകർഷിക്കുന്ന നയങ്ങൾ വഴി പുതിയ തൊഴിലവസരങ്ങളുടെ ഒരു വലിയ അലയടി തന്നെയാണ് ഇവിടെ രൂപപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്കും പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തിനും ഇവിടെ പുതിയ തൊഴിൽ മുന്നേറ്റങ്ങൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. വെറുമൊരു പ്രഖ്യാപനത്തിനപ്പുറം വ്യാവസായിക സ്ഥിതിവിവര കണക്കുകളും തൊഴിൽ വിപണിയിലെ തത്സമയ മാറ്റങ്ങളും ഈ ചരിത്രപരമായ കുതിപ്പിന് അടിവരയിടുന്നു. ദുബായ് ഇന്ന് കേവലം ഒരു അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, മറിച്ച് ആഗോള ബിസിനസ്സുകളുടെ മുൻനിര താവളമായി മാറിയിരിക്കുകയാണ്. സാമ്പത്തിക മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ മാത്രം ഫ്രീ സോണുകളിലും അതുപോലെ മെയിൻ ലാൻഡുകളിലുമായി 58,337 പുതിയ ട്രേഡ് ലൈസൻസുകളാണ് ദുബായ് അനുവദിച്ചത്. ഇതിനു പുറമെ 1,73,852 ലൈസൻസുകൾ പുതുക്കുകയും ചെയ്തു. ആകെ 2,31,989 ലൈസൻസ് ഇടപാടുകൾ നടന്നതോടെ നഗരത്തിലെ ബിസിനസ് മേഖലയിലെ ചലനാത്മകതയും സാമ്പത്തിക ഭദ്രതയും വ്യക്തമാകുന്നുണ്ട്. മുൻകാലങ്ങളിലെ കണക്കുകൾ പരിശോധിച്ച് താരതമ്യം ചെയ്യുമ്പോൾ
2020 മുതൽ 2022 വരെയുള്ള കാലയളവിനേക്കാൾ 84% ഭീമമായ വളർച്ചയാണ് 2023 മുതൽ 2025 വരെയുള്ള വർഷങ്ങളിൽ പുതിയ ലൈസൻസുകളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ളത്. സുതാര്യമായ ഭരണ സംവിധാനങ്ങളും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ ഉപയോഗവുമാണ് ഈ മുന്നേറ്റത്തിന് ആക്കം കൂട്ടിയത്. ഇൻവെസ്റ്റ് ഇൻ ദുബായ് എന്ന ഏകജാലക സംവിധാനത്തിലൂടെ ലൈസൻസുകളും മറ്റനുമതികളും എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. കൂടാതെ ദുബായ് യൂണിഫൈഡ് ലൈസൻസ് നിലവിൽ വന്നതോടെ ഒരു പുതിയ കമ്പനിക്ക് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ആവശ്യമായിരുന്ന സമയം 90 ദിവസത്തിൽ നിന്ന് വെറും 3 ദിവസമായി ചുരുങ്ങി. ഈ വിപ്ലവകരമായ മാറ്റങ്ങൾ ആഗോളതലത്തിലുള്ള പുതിയ സംരംഭകരെ ദുബായിലേക്ക് ആകർഷിക്കാൻ വഴിയൊരുക്കി. കമ്പനികളുടെയും വ്യവസായങ്ങളുടെയും എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായും ഉയരുന്നത് തൊഴിലവസരങ്ങളുടെ സാധ്യതകളാണ്. UAE വിദേശ വ്യാപാര മന്ത്രാലയവും പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമായ ലിങ്ക്ഡിനും സംയുക്തമായി തയ്യാറാക്കിയ UAE സാമ്പത്തിക ഗ്രാഫ് റിപ്പോർട്ട് 2026 പ്രകാരം മഹാമാരിക്ക് ശേഷമുള്ള തൊഴിൽ വിപണിയുടെ വീണ്ടെടുപ്പിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും വലിയ നേട്ടം കൈവരിച്ച രാജ്യങ്ങളിലൊന്നാണ് UAE. 2025 ലോകത്തിന്റെ പല ഭാഗങ്ങളിലും തൊഴിൽ വിപണി തളർച്ച നേരിട്ടപ്പോഴും UAEയിൽ കോവിഡിന് മുൻപുള്ള 2019 നിലവാരത്തേക്കാൾ ഉയർന്ന തോതിലാണ് നിയമനങ്ങൾ നടന്നത്. മേഖലയിലെ ചില താൽക്കാലിക അസ്ഥിരതകൾ തൊഴിൽ വിപണിയിൽ ചെറിയ താളപ്പിഴകൾ സൃഷ്ടിച്ചുവെങ്കിലും അധികം വൈകാതെ തന്നെ വിപണി അതിവേഗം അനുകൂല നിലവാരത്തിലേക്ക് തിരികെ എത്തുന്ന ചിത്രമാണ് ദൃശ്യമാകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വിദഗ്ധ തൊഴിലാളികൾ രാജ്യത്തേക്ക് ഒഴുകിയെത്തുന്ന നെറ്റ് ടാലന്റ് മൈഗ്രേഷൻ കണക്കിൽ UAE ലോകത്ത് മുൻനിര സ്ഥാനം കാത്തുസൂക്ഷിക്കുന്നു. UAEയിൽ ജോലി തേടിയെത്തുന്നവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണെന്നതിനാൽ രാജ്യത്തെ ഈ സാമ്പത്തിക ഉണർവ് ഭാരതീയർക്കും പ്രവാസി കുടുംബാംഗങ്ങൾക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. പരമ്പരാഗത തൊഴിൽ മേഖലകൾക്കപ്പുറം ഭാവിയിലെ സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് UAEയുടെ പുതിയ നയം. സാമ്പത്തിക സാങ്കേതിക വിദ്യാ വൈദഗ്ധ്യത്തിൽ അതായത് ഫിൻടെക് മേഖലയിൽ ലോകത്ത് 1-ാം സ്ഥാനത്താണ് രാജ്യം നിലകൊള്ളുന്നത്. കൂടാതെ ജനസംഖ്യ ആനുപാതികമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രതിഭകളെ ആകർഷിക്കുന്നതിൽ ലോകത്ത് 2-ാം സ്ഥാനവും ബിസിനസ് വൈദഗ്ധ്യത്തിൽ 10-ാം സ്ഥാനവും രാജ്യത്തിന് നേടാനായി. ഇത് ഫിൻടെക്, സാങ്കേതിക വിദ്യ, ഫിനാൻസ്, സെയിൽസ്, കസ്റ്റമർ സർവീസ് തുടങ്ങിയ മേഖലകളിൽ വൻതോതിൽ ഉയർന്ന തസ്തികകൾ സൃഷ്ടിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട്. ഇതിനൊപ്പം തൊഴിൽ വിപണിയിലെ ജനസംഖ്യാ ഘടനയും ശ്രദ്ധേയമാണ്. മില്ലേനിയൽ തലമുറയുടെയും ജെൻസി വിഭാഗത്തിന്റെയും ഉയർന്ന സാന്നിധ്യം രാജ്യത്തെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റീറ്റെയിൽ, ആതിഥേയത്വം, ആരോഗ്യകാര്യം എന്നീ മേഖലകളിൽ യുവത്വത്തിന്റെ ഈ സാന്നിധ്യം പ്രകടമാണ്. മറ്റൊരു പ്രധാന പുരോഗതി തൊഴിൽ മേഖലയിലെ വനിതാ പ്രാതിനിധ്യമാണ്. നേതൃത്വ പദവികളിലെ വനിതകളുടെ സാന്നിധ്യം 2015 21.8% നിന്ന് 2025 എത്തുമ്പോഴേക്ക് 21.9% ഉയർന്നു. വിദ്യാഭ്യാസവും ആരോഗ്യരംഗവുമാണ് ഈ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. സാമ്പത്തിക രംഗത്തെ വളർച്ച രാജ്യത്തെ മുൻനിര സേവന, വ്യോമയാന മേഖലകളിലും പുതിയ സാധ്യതകൾ തുറക്കുന്നു. ഗ്ലോബൽ വ്യോമയാന രംഗത്തെ പ്രമുഖരായ എമിറേറ്റ്സ് ഗ്രൂപ്പ് അവരുടെ വിവിധ മേഖലകളിലേക്ക് 100-ലധികം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഇതിനൊരു ഉദാഹരണമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മെയിന്റനൻസ്, എയർപോർട്ട് ഓപ്പറേഷൻസ്, ലോജിസ്റ്റിക്സ്, ഹ്യൂമൻ റിസോഴ്സ്, കസ്റ്റമർ സർവീസ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പൈലറ്റുമാർ, ക്യാബിൻ ക്രൂ, കാഡറ്റ് പൈലറ്റുമാർ തുടങ്ങിയ തസ്തികകളിലേക്കാണ് ആകർഷകമായ ശമ്പള പാക്കേജുകൾക്ക് പുറമെ സൗജന്യ താമസം, മക്കളുടെ വിദ്യാഭ്യാസ അലവൻസ്, വാർഷിക അവധികൾ, വിമാന ടിക്കറ്റുകൾ തുടങ്ങി ഉദാരമായ ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നത്. ഇത് വിപണിയിലെ പൊതുവായ ശമ്പള നിലവാരത്തെ ഉയർത്താനും കൂടുതൽ മികച്ച പ്രൊഫഷണലുകളെ UAEയിലേക്ക് ആകർഷിക്കാനും സഹായിക്കുന്നു. ഏതൊരു സമ്പദ് വ്യവസ്ഥയിലും പ്രധാന മേഖലകളിൽ ഉണ്ടാകുന്ന ഉണർവ് അനുബന്ധ വിപണികളിലേക്കും പടർന്നു പിടിക്കും എന്ന സത്യം ദുബായിൽ വ്യക്തമായി കാണാം. പുതിയ കമ്പനികളും ജീവനക്കാരും എത്തുന്നതോടെ ഓഫീസ്, റീറ്റെയിൽ ആവശ്യങ്ങൾക്കായുള്ള റിയൽ എസ്റ്റേറ്റ് മേഖല ഉണർവിലാണ്. കൂടാതെ റെസ്റ്റോറന്റുകൾ, ഡെലിവറി സർവീസുകൾ, ഗതാഗതം, അക്കൗണ്ടിംഗ്, മാർക്കറ്റിംഗ് സേവനങ്ങൾ എന്നിവയ്ക്കും വലിയ തോതിൽ ആവശ്യക്കാരുണ്ടാകുന്നു. ചുരുക്കത്തിൽ വെറുമൊരു തൊഴിൽ വിപണി എന്നതിനപ്പുറം സാങ്കേതിക വിദ്യയ്ക്കും ബിസിനസ് സുതാര്യതയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു ആഗോള സാമ്പത്തിക കേന്ദ്രമായി UAE മാറിയിരിക്കുന്നു. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി പുതിയ കാലത്തിന് അനുയോജ്യമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ വൈദഗ്ധ്യങ്ങൾ എന്നിവ സ്വായത്തമാക്കുന്ന തൊഴിലന്വേഷകർക്ക് തങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച അവസരങ്ങൾ കണ്ടെത്താനുള്ള സുവർണ നിമിഷമാണിത്. കൃത്യമായ പ്ലാനിങ്ങോടെയും തയ്യാറെടുപ്പുകളോടെയും മുന്നേറുന്ന പ്രവാസികൾക്ക് ദുബായിയുടെ മണ്ണ് തുടർന്നും വലിയ വിജയങ്ങൾ സമ്മാനിക്കുമെന്നതിൽ സംശയമേയില്ല. ഇനി നോക്കാം മറ്റു ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കെട്ടിടമെന്ന റെക്കോർഡ് ലക്ഷ്യമിട്ട് സൗദി അറേബ്യയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ജിദ്ദ ടവർ നിർണായക നാഴികക്കല്ല് പിന്നിട്ടു. 107 നിലകളുടെ പണി പൂർത്തിയായതോടെ 430 മീറ്റർ ഉയരമാണ് ഈ മെഗാ ടവർ കൈവരിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി 1 കിലോമീറ്ററിലധികം ഉയരം താണ്ടുന്ന ലോകത്തിലെ ആദ്യ നിർമ്മിതിയായി ഇത് മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ദുബായിലെ 828 മീറ്റർ ഉയരമുള്ള ബുർജ് ഖലീഫയുടെ റെക്കോർഡാണ് ഈ പുതിയ പദ്ധതി തകർക്കാൻ ഒരുങ്ങുന്നത്. പ്രശസ്ത ആർക്കിടെക്ട് ആഡ്രിയൻ സ്മിത്ത് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ആഡംബര ടവറിൽ ഹോട്ടലുകൾ, ഓഫീസുകൾ,
വീടുകൾ, റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകൾ എന്നിവയ്ക്കൊപ്പം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒബ്സർവേഷൻ ഡക്കുകളും ഉൾപ്പെടുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് നിർമ്മാണം മുടങ്ങിപ്പോയ പദ്ധതി പിന്നീട് പുനരാരംഭിക്കുകയും 2028ഓടെ പണി പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട് അതിവേഗം മുന്നോട്ട് പോവുകയുമാണ്. ചെങ്കടലിന്റെ തീരത്ത് അതിശക്തമായ കാറ്റിനെ പ്രതിരോധിക്കുന്ന പ്രത്യേക എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വ്യക്തികളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ട്രോളുകളും വ്യാജ ഡിജിറ്റൽ ഉള്ളടക്കങ്ങളും നിർമ്മിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പുമായി ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷൻ. പുതിയ സൈബർ നിയമപ്രകാരം 3 വർഷം വരെ തടവോ 5000 ഒമാനി റിയാൽ വരെ പിഴയോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. ആളുകൾ ഒരിക്കലും പറയാത്തതോ ചെയ്യാത്തതോ ആയ കാര്യങ്ങൾ കൃത്രിമമായി എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതും നിയമവിരുദ്ധമാണ്. റോയൽ ഡിക്രി നമ്പർ 61/2026 പ്രകാരമുള്ള സൈബർ കുറ്റകൃത്യ നിയമം ആർട്ടിക്കിൾ 38/6 അനുസരിച്ചാണ് ഈ നടപടികൾ. അടുത്ത കാലത്തായി AI സാങ്കേതിക വിദ്യയും ഡീപ് ഫേക്കുകളും ഉപയോഗിച്ച് വ്യക്തികളുടെ ചിത്രങ്ങളിലും വീഡിയോകളിലും ശബ്ദങ്ങളിലും കൃത്രിമം വരുത്തുന്ന പ്രവണത ഓൺലൈൻ ഇടങ്ങളിൽ കൂടി വരുന്നുണ്ട്. ചെറിയൊരു തമാശയ്ക്ക് വേണ്ടി നടത്തുന്ന ഇത്തരം എഡിറ്റിംഗുകൾ വലിയ നിയമ പ്രശ്നങ്ങൾക്കും വ്യക്തിഹത്യക്കും കാരണമാകാമെന്ന് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റുള്ളവരുടെ സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളോ ദൃശ്യങ്ങളോ ഫോർവേഡ് ചെയ്യുമ്പോഴും സമൂഹ മാധ്യമ ഉപയോക്താക്കൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഒമാൻ ഭരണകൂടം ഓർമ്മിപ്പിക്കുന്നു. ദുബായ് യാത്രക്കാർക്ക് വലിയ ആശ്വാസമായി എമിറേറ്റ്സ് എയർലൈൻസ് പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചു. ദുബായിലേക്ക് ടിക്കറ്റ് എടുത്തവർക്ക് യാതൊരു അധിക ഫീസുമില്ലാതെ എത്ര തവണ വേണമെങ്കിലും യാത്രാ തീയതി ഇനി മാറ്റാം. ഓഗസ്റ്റ് 10 മുതൽ നിലവിൽ വന്ന ഈ പുതിയ ആനുകൂല്യം ഇക്കോണമി, ബിസിനസ് ക്ലാസുകളിലെ സേവർ, ഫ്ലെക്സി ടിക്കറ്റുകൾ എടുത്തവർക്കാണ് പ്രധാനമായും ലഭിക്കുന്നത്. കൂടാതെ ടിക്കറ്റ് റദ്ദാക്കുമ്പോൾ ഈടാക്കുന്ന റീഫണ്ട് തുകയും എമിറേറ്റ്സ് ഗണ്യമായി കുറച്ചിട്ടുണ്ട്. ദുബായ് സെക്ടറിന് പുറമെ മറ്റ് എമിറേറ്റ്സ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്കായി ഏപ്രിൽ 2 മുതൽ ബുക്ക് ചെയ്ത ടിക്കറ്റുകളിൽ ഒരു തവണ സൗജന്യമായി തീയതി മാറ്റാനുള്ള അവസരവും എയർലൈൻസ് ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെ അപ്രതീക്ഷിത യാത്രാ മാറ്റങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് എമിറേറ്റ്സിന്റെ ഈ പുതിയ ഉപഭോക്തൃ സൗഹൃദ നടപടികൾ. വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി ജോലി നേടിയ 27 നഴ്സുമാരെ പുറത്താക്കി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം. ഇവർക്ക് രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നതിന് ആജീവനാന്ത വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്രെഡൻഷ്യൽ വെരിഫിക്കേഷനും ലൈസൻസിംഗ് നടപടികൾക്കും ഇടയിലാണ് സർട്ടിഫിക്കറ്റുകളിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയത്. പൊതുജനാരോഗ്യ മേഖലയിലെ സുരക്ഷയും സേവന നിലവാരവും ഉറപ്പാക്കാൻ കർശനമായ പരിശോധനകളാണ് ഖത്തർ പിന്തുടരുന്നത്. മുൻപും സമാനമായി വ്യാജരേഖകൾ സമർപ്പിച്ച വിദേശ പ്രാക്ടീഷണർമാർക്കെതിരെ ഖത്തർ കർശന നടപടി സ്വീകരിക്കുകയും ആഗോളതലത്തിൽ തന്നെ ഇത്തരം പ്രൊഫഷണലുകളെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ആരോഗ്യ മേഖലയിലെ തട്ടിപ്പുകൾ തടയാൻ വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. ബഹ്റൈനിൽ വേനൽക്കാലത്ത് കൂട്ടുകുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളിലെ വൈദ്യുതി ജലബില്ലുകൾ 4 ഇരട്ടിയായി ഉയരുന്നത് സാധാരണക്കാരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഒന്നിലധികം കുടുംബങ്ങൾ ഒരേ വീട്ടിനുള്ളിൽ താമസിക്കുമ്പോൾ 1 മീറ്റർ മാത്രം ഉപയോഗിക്കുന്നതാണ് ബിൽ തുക 400 ദിനാർ വരെ ഉയരാൻ കാരണം. സർക്കാരിന്റെ സബ്സിഡി പരിധിയായ 7000 യൂണിറ്റ് കവിയുന്നതോടെ ശേഷിക്കുന്ന ഉപഭോഗത്തിന് ഏറ്റവും ഉയർന്ന നിരക്കായ യൂണിറ്റിന് 32 ഫിൽസ്, സാധാരണ നിരക്കിന്റെ 10 ഇരട്ടിയേറെയാണിത് ഈടാക്കുന്നത് പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. രാജ്യത്തെ 30,000-ഓളം കുടുംബങ്ങളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഓരോ കുടുംബത്തിന്റെയും അംഗസംഖ്യക്കനുസരിച്ച് സബ്സിഡി അനുവദിക്കണമെന്നോ അല്ലെങ്കിൽ പ്രത്യേക മീറ്ററുകൾ സ്ഥാപിക്കണമെന്നോ ഉള്ള ആവശ്യങ്ങൾ ശക്തമായിട്ടുണ്ട്. കൂടാതെ താപനില ഉയർന്നു നിൽക്കുന്ന ഈ വേനൽക്കാലത്ത് എയർ കണ്ടീഷണറുകളുടെ അമിത ഉപയോഗം തടയാൻ താപനില 24 ഡിഗ്രി സെൽഷ്യസിൽ ക്രമീകരിക്കാനും അനാവശ്യ വൈദ്യുത ഉപകരണങ്ങൾ ഓഫാക്കി വെക്കാനും ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ബോധവൽക്കരണം നൽകുന്നുണ്ട്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് ലഘൂകരിക്കാൻ സർക്കാർ തലത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഖത്തറിൽ വേനൽക്കാലത്തെ കഠിനമായ ചൂടിന്റെ അവസാന ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആകാശത്ത് അൽ നത്ര നക്ഷത്രം ഉദിച്ചതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അൽ കുലൈബൻ എന്ന പേരിലും അറിയപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ സ്വാധീനത്താൽ വരുന്ന 13 ദിവസങ്ങളിൽ രാജ്യത്ത് കനത്ത ചൂടും ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും തുടരും. അറബ് പരമ്പരാഗത കണക്കുകൂട്ടലുകൾ പ്രകാരം കഠിന വേനലിന്റെ അവസാന നക്ഷത്രങ്ങളിലൊന്നായാണ് അൽ നത്രയെ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഈ ഘട്ടത്തിന്റെ പകുതിയോടെ, അതായത് ഓഗസ്റ്റ് 24ഓടെ ആകാശത്ത് സുഹൈൽ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നതോടെ കൊടും ചൂടിന് ആശ്വാസമാകുകയും രാത്രികാലങ്ങളിൽ താപനില ക്രമേണ കുറഞ്ഞു തുടങ്ങുകയും ചെയ്യും. കഠിനമായ ചൂടും ഈർപ്പവും തുടരുന്നതിനാൽ പകൽ സമയങ്ങളിൽ വെയിൽ നേരിട്ട് കൊള്ളുന്നത് ഒഴിവാക്കണമെന്നും നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.